പറയാം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ആർ വി ബാബു, ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിപ്പോ അയ്യപ്പനേക്കാൾ വലിയ അവതാരങ്ങൾ അവിടെ പൂണ്ടു വിളയാടുന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധ്യമാകുന്നത് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് 2019 ഒരു ചെലവുമില്ലാതെ ഈ കാര്യങ്ങൾ അഴിച്ചു കൊണ്ടുപോയി തിരികെ തോന്നിയതുപോലെ കൊണ്ടുവരാൻ കഴിയുന്നു. അതിനുശേഷം 2023 വീണ്ടും ആ ശ്രമങ്ങൾ തുടരുകയും 2025 അത് സാധ്യമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, ആരും ഇതിന്റെ കണക്കെടുക്കാനില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നല്ലാതെ ഒരാൾക്ക് നിരന്തരം ഇടപെടലുകൾ എങ്ങനെയാണ് സാധ്യമാകുന്നത്? തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ ദേവസ്വം ബോർഡിലുണ്ട്, ദേവസ്വം ബോർഡ് ഭരണത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ഇടനിലക്കാരനായിട്ടും ശബരിമലയിലെ ഇങ്ങനെ ഒരു അവതാര പുരുഷനായിട്ടും വിളയാടാൻ അവസരം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടോ ഭരണകൂടവുമായിട്ടോ ഒക്കെയുള്ള അവിഹിത ബന്ധമാണ് അതിന് കാരണം എന്ന് വളരെ വ്യക്തമല്ലേ? അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഴിചാരി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണിത് മുഴുവൻ, ഞങ്ങളൊക്കെ നിഷ്കളങ്കരാണ്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ ഉള്ള ഒരു വ്യാഖ്യാനം ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ഇവർക്കൊന്നും അറിയില്ല, ഇവരൊന്നും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് അവരിയ്ക്കാൻ അർഹരല്ല എന്നല്ലേ എന്റെ അർത്ഥം. ഇവർക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് ആള് എന്നുണ്ടെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വിളയാടാൻ അവസരം കൊടുത്ത ആളുകൾ തുല്യ കുറ്റവാളികളല്ലേ? അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയുണ്ടോ? ഇപ്പോ പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ഇന്ന് മൂകാംബി ക്ഷേത്രത്തിൽ വന്നു കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളത് ശരിയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ എന്ത് നടപടിയാണ് ദേവസ്വം ബോർഡ് എടുത്തത്? ഉദ്യോഗസ്ഥർക്ക് മാത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് ഉദ്യോഗസ്ഥരെ പോരെ? അതിന് മുകളിൽ ശമ്പളവും ആനുകൂല്യവും കൊടുത്ത ദേവസ്വം ബോർഡും അതിന്റെ അംഗങ്ങളും അതിനൊരു പ്രസിഡന്റിനെയും ഒക്കെ ആവശ്യമുണ്ടോ? കറക്റ്റാണ് മാധു ചോദിച്ച ചോദ്യം, വളരെ കൃത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. ഇത് ദേവസ്വം ബോർഡ് സംവിധാനങ്ങൾക്ക് ആകെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് മാധു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ അത് മാത്രമല്ല ഇന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയത്, ഒരുപാട് സ്വകാര്യ ക്ഷേത്രങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല, പറയുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യമാണ്. സ്വകാര്യ ക്ഷേത്രങ്ങളിലെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് അവിടുത്തെ നാട്ടുകാരുണ്ട്. ആ നാട്ടുകാരത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, ആ ഭരണസമിതിയെ മാറ്റുന്നുണ്ട്, പകരം ഭരണസമിതി വരുന്നുണ്ട്, അതിന്റെ കേസുകൾ കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ അതാത് സ്വകാര്യ ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതവിടെ ചോദ്യവും പറച്ചിലൊക്കെ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ആ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇവിടെ ഉപദേശക സമിതിക്ക് ചോദിക്കാൻ അവകാശമുണ്ടോ? ഇവിടെ ഭക്തജനങ്ങൾക്ക് ദേവസ്വം ബോർഡിലെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ അവകാശമുണ്ടോ? ചോദ്യം ചെയ്യുന്ന ഉപദേശക സമിതിയെ മിനിറ്റുകൾക്കകം പിരിച്ചുവിടുകയാണ്. ഉപദേശക സമിതി വെറും ഉത്സവം നടത്താനുള്ള സംവിധാനം മാത്രമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഒരു അവകാശവും ഉപദേശക സമിതികൾക്കില്ല. അപ്പൊ ദേവസ്വം ബോർഡിലെ ഈ അഴിമതി അത് ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു സംവിധാനമില്ല. ആകെ നമുക്ക് ആശ്വാസമായിട്ടുള്ളത് എന്താണ് മാധു? കേരള ഹൈക്കോടതി ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചു നോക്കിയിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ സംവിധാനം. എന്നിട്ടും ഈ തരത്തിലുള്ള വ്യാപകമായ അഴിമതികൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇത് തന്നെ ദേവസ്വം അഴിമതി പുറത്തു വന്നത് സ്വമേധയാ ഹൈക്കോടതി എടുത്തൊരു കേസിന്റെ അടിസ്ഥാനത്തിലല്ലേ, സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഇല്ലെങ്കിൽ ഈ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ നമ്മൾ അറിയുമായിരുന്നു, നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീ ആർ വി ബാബു, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്.